സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സിംബൽ ലോഡിംഗ് യൂണിറ്റുകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രോട്ടോകോളിൽ മാറ്റം വരുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. EVMകൾക്കൊപ്പം SLUവും ഏറ്റവും സുരക്ഷിതമായ കണ്ടെയ്നറിലേക്ക് മാറ്റിയ ശേഷം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 45 ദിവസമെങ്കിലും ഇവ സൂക്ഷിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു. EVMന് 3 ഘടകങ്ങളാണുള്ളത്: ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവയാണിത്. SLU ഉപയോഗിച്ചാണ് VVPATലോ പേപ്പർ ട്രെയിൽ മെഷീനിലോ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അപ്ലോഡ് ചെയ്യുക. അതേസമയം എല്ലാ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അതാത് സംസ്ഥാനങ്ങളിൽ മതിയായ സ്റ്റോറേജ് സൗകര്യങ്ങൾ നൽകണമെന്ന് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പുതിയ പ്രോട്ടോകോൾ നടപ്പാക്കാൻ മതിയായ സ്റ്റോറേജ് സൗകര്യങ്ങൾ ഓരോ സംസ്ഥാനത്തും ആവശ്യമാണ്. SLUകൾ എവിടെയാണ് ശേഖരിച്ചു വെക്കുകയെന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനിക്കാം. മെയ് 1 ശേഷമാണ് ഇത് നടപ്പാക്കുകയെന്ന് നേരത്തെ തീരുമാനിച്ചതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സുപ്രീം കോടതി വിധി വരുന്നതിന് മുൻപ് ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാദേശിക ഓഫീസുകളിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്.